ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഈഴവ സമുദായത്തെ അവഗണിക്കുന്നതായി ആക്ഷേപം. നേതൃസ്ഥാനങ്ങളിൽ സമുദായത്തിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ നേതൃത്വം വേർതിരിവ് കാണിക്കുന്നതായിട്ടാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത്. കാലാകാലങ്ങളിൽ KPCC നേതൃത്വത്തെ ഇക്കാര്യങ്ങൾ ഉദാഹരണ സഹിതം ബോധ്യപ്പെടുത്തിയിട്ടും തെറ്റുതിരുത്തുന്നതിന് യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്നും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ കുറ്റപ്പെടുത്തി. ദീർഘകാലമായി കോൺഗ്രസിൻ്റെ പ്രവർത്തിക്കുകയും SNDP യോഗത്തിൻ്റെ പല തലങ്ങളിൽ ഭാരവാഹികളായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും ഉള്ളത്. ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മതേതര പാർട്ടി എന്നുള്ള നിലയിൽ എല്ലാവർക്കും ഒന്നുപോലെ അവകാശവും മുതൽ മുടക്കമുള്ള ഒരു പാർട്ടിയാണ്. നിർഭാഗ്യവശാൽ ഇടുക്കിയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പോക്ക് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായി നടക്കുന്നു എന്ന ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. എന്ന് വെച്ചാൽ ഇത് പാർട്ടിക്കകത്ത് നിന്ന് കഴിഞ്ഞ 50 വർഷക്കാലം പാർട്ടിയിൽ പ്രവർത്തിച്ചു വന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് കിട്ടാവുന്ന എല്ലാ വേദിയിലും ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് സാമൂഹ്യ നീതിയെക്കുറിച്ചാണ്. കോൺഗ്രസിൽ എല്ലാവർക്കും അതിൻ്റേതായ ഒരു പ്രാതിനിധ്യം കിട്ടണം. ഞങ്ങളിപ്പോൾ സംസാരിക്കുന്ന കട്ടപ്പന മുനിസിപ്പാലിറ്റി, അതിലെ ചെയർപേഴ്സൺമാരെ 3 ടേമായിട്ട് തീരുമാനിച്ചു. ആദ്യത്തെ ടേം കഴിഞ്ഞു, രണ്ടാമത്തെ ടേം നടക്കുന്നു, മൂന്നാമത്തെ വരാൻ പോകുന്നു. ഈ ഒരാളിനെയെങ്കിലും മറ്റൊരു സമുദായത്തിൽ നിന്ന് പരിഗണിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തയ്യാറാകുന്നില്ല? VM സുധീരൻ്റെ സാന്നിധ്യം KPC പ്രസിഡന്റായിരുന്നപ്പം ഞങ്ങളെ തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടിയ മീറ്റിങ്ങിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഇടുക്കി ജില്ലയിൽ നടക്കുന്ന ഈ ധ്രുവീകരണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഞാൻ തന്നെ പറയുന്നു. എന്ന് വെച്ചാൽ DCCയുടെ പ്രസിഡന്റ്, ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡന്റ്, കൺസ്യൂമർ ഫെഡിൻ്റെ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അന്ന് കൊച്ചുകേരി സേവകദാസ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ MP MLA എല്ലാ സ്ഥാനത്തേക്കും ഒരാൾ മാത്രം ഇടുക്കിയിൽ മത്സരിക്കുന്നു. ഇത് ശരിയല്ല. ഞങ്ങൾക്കറിയാം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏത് മേഖലയിലാണ് കോൺഗ്രസ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ MP ആയിട്ട് മത്സരിക്കട്ടെ, MLA കുറേ പേര് മത്സരിക്കട്ടെ. എവിടെയെങ്കിലും 5 കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരിടത്തെങ്കിലും മറ്റാർക്കെങ്കിലുമൊക്കെ പ്രാതിനിധ്യം കൊടുക്കണം എന്ന് പറയും. പ്രാതിനിധ്യം കൊടുത്താൽ മാത്രം ജയിക്കുമോ എന്ന ചോദ്യമുണ്ട്. സേനാപതി പ്രാതിനിധ്യം കൊടുത്തില്ലേ? ജയിക്കാൻ പറ്റിയില്ല. ജയിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതിന് മുമ്പ് പശ്ചാത്തലം കൂടെ മനസ്സിലാക്കണം. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ജോസി സെബാസ്റ്റ്യൻ മത്സരിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ചാനലുകാരെല്ലാവരും ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. പാർട്ടി ഓഫീസ് അടച്ചുപൂട്ടി, കരിങ്കൊടി കെട്ടി, ചാനലുകാരെ വിളിച്ച് പാർട്ടിയെ ആക്ഷേപിച്ച് ഈ പാർട്ടിക്കെതിരായി നടത്താവുന്ന മുഴുവൻ കാര്യങ്ങളും നടത്തിയ ആളുകൾ ആരൊക്കെ? അവരൊക്കെയാണ് ഇന്ന് ഈ പാർട്ടിയെ നയിക്കുന്നത്. സേനാപതി വേണം മത്സരിക്കാൻ വന്നപ്പോൾ പരമാവധി അപമാനിക്കാനും കയ്യേറ്റം നടത്താനും ശ്രമിച്ചെന്ന് മാത്രമല്ല, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ നേരിട്ട് പോയി പല സ്ഥലങ്ങളിലും സേനാപതിയെ തോൽപ്പിക്കണമെന്ന് നേരിട്ട് നിർദ്ദേശം കൊടുത്തു. തെളിവ് ഞാൻ UDF കൺവീനറാണ്, എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് കൊടുക്കാൻ കോൺഗ്രസിന് വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. പാർട്ടിയുടെ പല തലങ്ങളിൽ ഞങ്ങളെയൊക്കെ വെച്ചിട്ടുള്ളവരാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ കാര്യത്തിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു, ഞങ്ങളെ വെച്ച് ഒരു സ്ഥലത്ത് പോലും ഞങ്ങൾ പാർട്ടിക്ക് അപമാനം ഉണ്ടാക്കാനോ കൈക്കൂലി വാങ്ങുന്ന ആക്ഷേപം ഉണ്ടാക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി ഉണ്ടാക്കി പാർട്ടി ഇല്ലാതെയാക്കിയാനോ ഞങ്ങളുടെ പേര് വിജിലൻസ് കേസുള്ളതുകൊണ്ട് പാർട്ടി സംരക്ഷിക്കണമെന്ന് പറഞ്ഞോ ഈ പാർട്ടിയുടെ മുമ്പിൽ വന്നിട്ടില്ല. വന്ന സ്ഥലങ്ങളിലൊക്കെ അന്തസ്സായിട്ട് ഇന്ന് പ്രവർത്തിച്ചൊരു ചരിത്രം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത്, ഇന്ന് ഈ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുകയും പാർട്ടിയെ ഇല്ലാതാക്കുകയും ശ്രമിക്കുന്ന കുറേ ആളുകളുടെ കൈകളിലേക്ക് പാർട്ടിയുടെ നേതൃത്വം ഒതുങ്ങുന്നു. അവരാകട്ടെ സങ്കുചിതമായ താല്പര്യം അടിച്ചേൽപ്പിക്കുന്നു. ഇതിന് നമുക്ക് പറയേണ്ട പേരെന്താണ്? ജനാധിപത്യമല്ല, ജനാധിപത്യത്തിനകത്തെ മതാധിപത്യമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂട്ടി ഏറ്റവും അവസാനമായിട്ട് 59 മണ്ഡലം പ്രസിഡന്റുമാരെ വെച്ചു. 59-നകത്ത് ഈഴവ സമുദായത്തിൽ നിന്ന് വെച്ചിരിക്കുന്ന 4 പേര്, 10 ബ്ലോക്ക് പ്രസിഡന്റുമാരെ വെച്ചു, അതിനകത്തുനിന്ന് ഒരാൾ. അപ്പോൾ പാർട്ടി ഈ തെറ്റ് തിരുത്തണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. VM സുധീരൻ KPCC പ്രസിഡന്റായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ DCC പ്രസിഡന്റ്, ജില്ലാ ബാങ്ക് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MP, MLA എന്നീ സ്ഥാനങ്ങളെല്ലാം ഒരു വിഭാഗം മാത്രം കൈയടക്കി വെക്കുന്നതായി
ജില്ലാ നേതാക്കളെ സാക്ഷി നിർത്തി ഉന്നയിച്ചിരുന്നു. സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരുടെയും കണക്കുകൾ നിരത്തി ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇതോടെ ജില്ലാ നേതൃത്വം ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ വെട്ടിനിരത്തൽ ആരംഭിച്ചു. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ജോസി സെബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയായപ്പോൾ പാർട്ടി ഓഫീസ് അടച്ചുപൂട്ടി, കരിങ്കൊടി കെട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു. സേനാപതി വേണു വന്നപ്പോഴും പാർട്ടിയിൽ കലാപമുയർത്തി. ഈ കലാപങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തവരാണ് ഇപ്പോൾ ഉടുമ്പൻചോലയിൽ പാർട്ടിയെ നയിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരെയും നിശ്ചയിക്കുമ്പോഴും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി ചിലയാളുകൾ ആധിപത്യമുറപ്പിക്കുകയാണ്. പാർട്ടി മണ്ഡലം പ്രസിഡന്റുമാരുടെ ജില്ലയിലെ ലിസ്റ്റ് വന്നപ്പോൾ 59 മണ്ഡലം പ്രസിഡന്റുമാരിൽ 4 പേർ മാത്രമാണ് ഈഴവ സമുദായത്തിനുള്ളത്. 10 ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രം. പാർട്ടിയുടെ ഈ നിലപാടിനെ അപലപിക്കുന്നതായും മാറ്റമുണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും DCC അംഗമായ EK വാസു, R സുദർശനൻ, PS രാജപ്പൻ, മോഹനൻ കൊല്ലക്കാട്ട്, VS രാജു എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.